My love, 10 years ago, we met in CMS College, Kottayam. Two young people with no idea that this small beginning would turn into a great story of our lives. We didn't just fall in love, we grew up together. We built friendships, memories, laughter, dreams, and a life side by side. Our story has been one of adventure, exploration, learning, and becoming together. Through every change, every challenge, every season of our lives, you have been my constant. You have you have been my safest place, my calm in the chaos, my biggest support and my greatest joy. In a world that is always moving, always changing, you have been my home. And no matter where life took us, as long as I had you, I always felt that I belonged. Today, I didn't choose you as my husband. I chose you as my partner, my teammate, my best friend, and my forever. I'm so excited to build the rest of our life together, to create a home filled with love, laughter, respect, and kindness. I'm grateful for the family that raised you, and I'm honored and excited to join it today. I promise to stand by you in joy, in difficulty, in calm, in storms, and I promise to listen with my heart, to support your dreams, to grow with you, and to never stop choosing you every single day. I promise to be your safe place, just as you have always been mine. Thank you for loving me the way you do. Thank you for walking this long, beautiful road with me and for choosing me again today. I cannot wait for all the adventures still ahead of us. I love you. For 9 years, we chose love across distances, silence and reading. Far from our families, we become each other's home. I promise to walk beside you, to protect your heart, and to build a life with you wherever we are. You are my home, my now, and my always. And from this moment on, you will never walk alone. Hold me close, look me dead in my eyes, till the day that I die. I just wanna feel alive. With you, I'm alive. Fell in love, but it left me lonely. Tried to trust, but it burned me slowly. I didn't know what I was looking for till I found her. About that love that made sense. I was stressed till I found her.
വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇതിന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഭാഗത്താൽ ബന്ധത്തിനായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ ഞാൻ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമരനാക്കുകയും ഇവരുടെ കൽപ്പനകൾ പാലിച്ചും മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പ്രകടനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ശ്രദ്ധിച്ചു കേൾക്കുക. അതിന്റെ ജനത്തെയും പിതൃകത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ മണവാട്ടി ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിഖനായ ദൈവം തന്റെ സ്നേഹം പോലും നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രനെല്ലാം ആദരവാകുന്നു. അവരുടെ മേലെ നീ പൊന്നുമരുന്നതാകുന്നു. കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കനികമാർ അവളെ അനുഗമിക്കും. അവരെല്ലാം സമൃദ്ധരായി പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുതിരപ്പള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈറ്റുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹിക്കലാണ്. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓർസലേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ ഗുണം നിനക്കിടെ വരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവം ഞങ്ങളുടെ സ്നേഹത്തെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ഇനി അനുഗമിക്കുവാൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. ഞങ്ങൾ ചെയ്ത വിശുദ്ധം നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എന്റെ കർത്താവേ, നീ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ഉയർത്തി പാടിടുവിൻ. സർവ്വമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. വാഴ്ത്തിടുവിൻ.
വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവ് ഞങ്ങളുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിലുള്ള വായന 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് നേടുവാൻ ഭാര്യമാർക്ക് കഴിയും. അത് അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് പോലുമാണ്. ബാഹ്യമോടികളായ പിന്നിമൊടിയോ അണിയുന്ന സ്വർണ്ണാഭരണമോ ധരിക്കുന്ന വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ അമൂല്യവും സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഒരു ഭീഷണിയും കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. ഈശോയുടെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഈശോ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവേ. യഹൂദരുടെ ശുദ്ധീകരണ ക്രമത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് ഈശോ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പ്രചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളിനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പറയുന്നില്ല, അവരുടെ സമയത്തിന്റെ പരിമിതി ഉള്ളതുമൂലം ഈ ദിവസത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും ഫ്രാൻസിസിനും അന്നയ്ക്കും നേരുകയാണ്. നമുക്കറിയാം, ഇന്ന് തിരുക്കുടുംബത്തിന്റെ തിരുനാളാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ഒരു തിരുക്കുടുംബമായിട്ട് മാറാനായിട്ട്. ഒരിക്കൽ കൂടി ഈ ദിവസത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും
മംഗളങ്ങളും ഫ്രാൻസിസിനും എനിക്കും നേരുന്നു. പാവപ്പെട്ട കുട്ടികളുടെ വിവാഹ ആവശ്യങ്ങൾക്കും വേണ്ടിയും ഭവന നിർമ്മാണം, കാരുണ്യ പ്രവർത്തികൾ എന്നിവയ്ക്ക് വേണ്ടി വിൻസെന്റ് ഇപ്പോൾ സംഘടന ഇപ്പോൾ കളക്ഷൻ എടുക്കുന്നതായിരിക്കും. എല്ലാവരും സഹകരിക്കുക. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തൃക്രമത്തിൽ പങ്കെടുത്ത ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പ്രിയ സഹോദരനെ, ഈ വധൂവരന്മാർ വിവാഹബന്ധ കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസഖ്യം നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഫ്രാൻസിസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കും. മറിയം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഫ്രാൻസിസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷ്യം. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്തിരിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയുമായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും ഈ വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുറിച്ച് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരനെ, നിങ്ങൾ തലകുണിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹാ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ ക്ഷണിക്കുന്നു.
അങ്ങയുടെ സംരക്ഷണത്തിന്റെ നടുവിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ എല്ലാവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കുദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശുദ്ധയുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഈ കുദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവരയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ ദുർഗർഭത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Oh, to see without my eyes the first time that you kissed me, boundless by the time I cried. I built your walls around me, white noise, what an awful sound. Fumbling by Rogue River, feel my feet above the ground. Hand of God, deliver me. Oh, woe is me. The first time that you touched me, oh, will wonders ever cease? Blessed be the mystery of love. Lord, I no longer believe, drowned in living waters, cursed by the love that I receive from my brother's daughter, like Hephaestion who died, Alexander's lover. Now my riverbed has dried. Shall I find no other? Oh, woe is me. I'm running like a plover. Now I'm prone to misery. The birthmark on your shoulder reminds me. I'll make it all come true. I'll make it all come true. I'll make it all come true. I'll make it all come true.
was all yellow. Your skin, oh yeah, your skin and bones turning to something beautiful. And you know I love you so. Crazy world of choices, I've only got a few. Either you're coming with me or I'm coming with you. 'Cause I finally found you. You never have to worry if what I say is true. Girl, I've been looking for you. And when I saw you, I knew that I finally found you. I'm coming to get you. Yeah, we have a connection. That's right. 'Cause girl, I'm not letting go. I'm gonna make you feel right. Oh yeah. Forget about your friends, they don't care where we go. If they do, we'll get lost in a crowd of people. I've been looking for you forever, baby. We go together, baby. We go. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫ്രാൻസിസ് അഥവാ പ്രാചിയും നമ്മുടെ സ്വന്തം അന്ന അഥവാ അന്നമ്മയും മാരീഡ് ആയിട്ട് നിൽക്കുവാണ് ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഓക്കെ സോ ഈ ഒരു മൊമെന്റിൽ കല്യാണം കഴിഞ്ഞ് ഒരു 1 സ്റ്റെപ്പ് ക്ലോസർ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം വാട്ട് യു ഗൈസ് ഫീൽ? എനിക്ക് ഇവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. ടെൻഷനായെന്ന് തോന്നുന്നു. ടെൻഷനാവണ്ട, ആർക്കാദ്യം സംസാരിക്കണം? ഓക്കെ, സോ പ്രാഞ്ചി എന്തോ കാര്യമായി സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു. മൈക്കൊക്കെ പിടിച്ചു വാങ്ങുന്നു. ഓക്കെ, പിടിച്ചു വാങ്ങിയതല്ല. ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന്. ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിരുന്ന് ഫൈനലി ആ മൊമെൻ്റ് എത്തിയിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. പ്രിറ്റി മച്ച് എല്ലാവരും. കുറച്ച് പേര് മിസ്സിംഗ് ഉണ്ട്, പക്ഷേ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും വന്നതും പരിപാടിയിൽ പങ്കെടുക്കുന്നതും വലിയ സന്തോഷം, ഒരുപാട് സന്തോഷം. ഹലോ, ഐ എം ഓൾസോ സോ ഹാപ്പി. ഒത്തിരി സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മൊമെൻ്റ് എത്തി എന്നെനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. പക്ഷേ എന്താണെങ്കിലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവരും ഇവിടെ ഉള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഈ സമയത്ത്. താങ്ക് യു എവ്രി വൺ. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. താങ്ക് യു. ദാറ്റ് വാസ് സ്വീറ്റ്. ഓക്കെ, സോ നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നമ്മുടെ ഫ്രാൻസിസിനും ഹന്നയ്ക്കും ചൊരിഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഒരു ഡബിൾ കൈയടി കൊടുക്കാം. ഒന്നുകൂടി കൊടുക്കുക. അല്ലേ? കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള എല്ലാവർക്കും നമ്മുടെ ബ്രൈഡിനെയും ഗ്രൂമിനെ അറിയാം. പക്ഷേ ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ ബ്രൈഡ് മിസ്റ്റർ ഫ്രാൻസിസ് CMSൽ നിന്ന് BSc ഫിസിക്സ് ഗ്രാജുവേഷന് ശേഷം കാനഡയിൽ PG ചെയ്തതിന് ശേഷം ഇപ്പോൾ അവിടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഹന്ന ഓൾസോ CMSൽ നിന്ന് BSc ഫിസിക്സ് കഴിഞ്ഞു. ഇപ്പോൾ കാനഡയിൽ ഫോട്ടോണിക്സ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. Okay, so before we start the function, my name is Aisha and I'm honored to be MC for this function of my 2 close friends. Okay, ഇനി നമുക്ക് ബാക്കി ചടങ്ങുകളിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഈ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഇവരുടെ പാരൻസും കുടുംബാംഗങ്ങളും ഫ്രണ്ട്സും തന്നെയാണ്. സോ നമുക്ക് ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഫാമിലിനെ ഈ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ലെറ്റ് മീ ഇൻവൈറ്റ് ദ ഫാമിലി ഓഫ് ഗ്രൂം മിസ്റ്റർ തോബിയാസ് ആൻഡ് മിസ്സസ് സാൻസി തോബിയാസ്. അച്ഛ അമ്മ ഫ്രാൻസിസിന്റെ പ്രാഞ്ചിയുടെ അച്ഛയമ്മയും വേദിയിലേക്ക് വരേണ്ടതാണ്. ഒന്ന് കൈയ്യടി കൊടുത്തേ. അവർ
അവരൊന്ന് ചിരിക്കട്ടെ. Along with them, I invite Mr. Joseph Tobias, Mrs. Sanu Joseph and their little David. പ്രാഞ്ചിയുടെ ചേട്ടനും ചേച്ചിയും അവരുടെ കുഞ്ഞു മോനുമാണ്. Now let's invite Anna's family to the stage. Mr. Laiju and Mrs. Reena Laiju. നമ്മുടെ സ്വന്തം അന്നമ്മയുടെ പപ്പയും അമ്മയും. ബ്രൈഡ്സ് ടീം കുറച്ചുകൂടി എനർജി വേണം. ബ്രൈഡിന്റെ ഫാമിലി അല്ലേ വരുന്നത്. ഓക്കെ, പിന്നെ ഇനി അടുത്തതായി ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് എൻ്റെ സ്വന്തം പേരിൽ ഞാൻ കുറച്ചധികം പുകഴ്ത്തി പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഈ രണ്ടുപേർ എൻഗേജ്മെന്റ് തൊട്ടേ, ഞാൻ കാണുന്ന എൻഗേജ്മെന്റ് തൊട്ടാണ്, അതിന് മുന്നേ തൊട്ട് തന്നെ ഓടി നടന്ന് പണിയെടുക്കുന്ന ആൾക്കാരാണ്. അതിൽ സ്പെഷ്യൽ മെൻഷൻ നമ്മുടെ സിസ്റ്റേഴ്സിന് തന്നെയാണ്. ബ്രൈഡിന്റെ സിസ്റ്റേഴ്സ് ഹെലൻ ആൻഡ് നേഹ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. രാപ്പകലോടി ഹെലന് 2 കൈയല്ല, ഒരു 4-10 കൈയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവായിരുന്നു. അത്ര ആക്റ്റീവ് ആയിരുന്നു നമ്മുടെ ഹെലൻ. ലോകത്തിന്റെ പ്രകാശമായ യേശുനാഥന്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് തിരി തെളിയിക്കുന്ന ചടങ്ങാണ് അടുത്തത്. തിരി തെളിയിക്കുന്നതിനായി നവവധൂവരന്മാരെയും മാതാപിതാക്കളെയും കയറി നിൽക്കണം. സ്വാഗതം ചെയ്യുന്നു. Yes, so now it's a time for cake cutting ceremony. Wedding is the most joyous ceremony and it is the intention of God for human families. For the newly wedded couple, I take this opportunity to invite them to cut the cake and share it as a token of love. I request the bride and groom to cut the cake, the epitome of their love and sharing. നല്ല കൈയടി കൊടുത്തേ, കേക്ക് കട്ട് ചെയ്യല്ലേ. അടുത്തതായി ഫ്രാൻസിസ് അന്നയുടെ ഫാമിലിക്ക് കേക്ക് ഷെയർ ചെയ്യാണ്. ഈ ഒരു ചടങ്ങിലൂടെ ഇവർ രണ്ടുപേരും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഫാമിലിയിൽ മകനും മകളുമായി മാറി അവരുടെ കൂടെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും ഉണ്ടാവും എന്നൊരു ഉറപ്പ് നൽകുകയാണ്. അടുത്തതായി നമുക്ക് വൈൻ ടോസ്റ്റിംഗ് സെറമണിയിലേക്ക് നീങ്ങാം. വൈൻ ഈസ് ആക്ച്വലി ദ സിംബൽ ഓഫ് റിച്ച്നെസ്. സ്നേഹത്തിന്റെ ലഹരി കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദ ബ്ലെൻഡിങ് ഓഫ് 2 lives into 1. തുടങ്ങാം. ഓക്കെ, ഒരു നല്ല കൈയടി കൊടുത്തേ. ഇത് എന്താണ് എല്ലാവരും ഇങ്ങനെ? Beautiful life effort. ഒന്നുകൂടി ആ വൈൻ ഗ്ലാസ് ഒന്ന്. യെസ്.
When I see your face, it swallows you up. And whatever you're taking gets too much. When your head starts slipping away from mine, just know it's only a matter of time till I find you. When you're lost, when you're lonely, and you don't know what else to do, till I find you. When you're lost, when you're lonely, I'll be running all the way to you, till I find you. Time being alone, when you need a friend to carry you home, when the night gets cold and you need an escape, just know I'm already on my way till I find you. When you're lost, when you're lonely, and you don't know what else to do, till I find you. When you're lost, when you're lonely, I'll be running all the way to you, till I find you. It's been 24 hours, I need more hours with you. You spent the weekend getting even, ooh. We spent the late nights making things right between us. But now it's all good, babe. Roll that backward, babe, and play me close. Cause girls like you run around with guys like me till sundown. When I come through, I need a girl like you, yeah, yeah. Girls like you love fun and yeah, me do what I want. When I come through, I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you. I spent last night on the last flight to you. I took a whole day up, trying to get way up. Ooh. We spent the daylight trying to make things right between us. But now it's all good, babe. Roll that backward, babe, and play me close. Girls like you roll around with guys like me till sundown. When I come through, I need a girl like you, yeah, yeah. Girls like you love fun and yeah, me do what I want. When I come through, I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you, yeah, yeah. Yeah, yeah, yeah. Yeah, yeah, yeah. I need a girl like you, yeah, yeah. I need a
രണ്ടാമത് ഫോർമലി പ്രപ്പോസ് ചെയ്തത് ഞാൻ പ്ലാൻ ചെയ്തത് മറ്റേ വെയിറ്റ് വാച്ചിന് പോകുമ്പോൾ പിന്നീടാണ് പ്ലാൻ ചെയ്തത് വെയിറ്റ് വാച്ചിന് പോയി വെയിലേക്ക്
ഈ പരിപാടി ഇത്രയും ഗംഭീരമായിട്ട് കോർഡിനേറ്റ് ചെയ്ത ബ്രൈഡിന്റെ സൈഡിൽ ഹെലനും നേഹയ്ക്കും ശില്പയ്ക്കും ശ്രേയയ്ക്കും എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ചേച്ചിക്കും ചേട്ടായിക്കും ട്രീസിക്കും ഇതിനും എല്ലാവർക്കും ഒരുപാട് 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 നന്ദി. നിങ്ങളുള്ളതാണ് ഈ പരിപാടി ഇത്രയും ഗംഭീരമായത്. അതുപോലെ തന്നെ നമ്മുടെ പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും വന്നിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി പറയുന്നു. വളരെ മെമ്മറബിൾ ആയിട്ടൊരു വീക്കായിരുന്നു ഞാൻ പറയും. എല്ലാ ദിവസവും പാർട്ടി ആയിരുന്നു, ജാമിങ് ആയിരുന്നു, എല്ലാ ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ലൈഫ് ലോങ് മെമ്മറിയിൽ കിടക്കുന്ന ഒരു സാധനമായിരുന്നു. എനിക്ക് ഭയങ്കര ഉറപ്പുണ്ട് ഇതിന് നമ്മുടെ കൂടെ എൻജോയ് ചെയ്ത, ഇവിടെ വന്ന, സഹകരിച്ച, കൂടെ പിടിച്ച എല്ലാവർക്കും ഒരുപാട് 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 നന്ദി. Love is patient, love is kind. Love is the hardest thing to find. 'Cause I thought that I found it. A good thing turned bad and I started to doubt it. Now I'm stuck here asking like, what does it take to make it past the passion and stick to the pain? Wondering, is it even out there till you came in my life and showed me what it's like to be loved? I'll show you what I'll do, what I would say, the lengths I'll go to, the measures I'd take to be loved. Oh, to be loved by, oh, to be loved by someone who feels, someone who cares, someone who's simply there. Oh, to be loved, oh, to be loved by, oh, to be loved by you. Love is painful, love is hard. Love can see beauty through the scars. There's an art to the age, a brown to the brush strokes on burgundy canvas. No one like you got that perfect type of love, only from above, nothing like I'm used to. Yeah, this gon' take some getting used to. Eternity could only be the right amount of time to show how much you mean in my life. I'll show you what I would do, what I would say, the lengths I'll go to, the measures I'd take to be loved. Oh, to be loved by, oh, to be loved by someone who
കൊടുക്കട്ടെ? എച്ച കൊടുക്കട്ടെ മമ്മിക്ക്? മിഴിയോരം നനയുകയോ മനമെങ്ങോഴുകുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പകരും തലോടും താനേ കഥ തുടരും